നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുള്ള സീക്വൻസ് ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ്. അതിനകത്തുള്ള സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ പൈതൻ്റെ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് തന്നെയായിരുന്നു. അതിനകത്ത് നമ്മൾ നമ്പേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സീക്വൻസ് ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്ട്രിങ്, എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രിങ്? നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ കൊട്ടേഷൻ മാർക്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഒരു സ്ട്രിങ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സാണ്, അത് നമ്മൾ കൊട്ടേഷൻ മാർക്കിലാണ് പൈതണിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ കോട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡബിൾ കോട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്ട്രിങ്ങിനെ എങ്ങനെയാണ് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാം. കാരണം പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ പൈതണിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രിങ് ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസും ഓപ്പറേറ്റേഴ്സും ഒക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ മുന്നേ ഇൻഡും ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് അങ്ങ് യൂസ് ചെയ്താൽ മതി, ഇറ്റ് ക്യാൻ ഹാൻഡിൽ. ഓക്കെ, പിന്നെ നമ്മൾ സ്ട്രിങ് ഹാൻഡ്ലിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളൊരു ഓപ്പറേറ്ററിനെ കുറിച്ച് നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് പ്ലസ് ഓപ്പറേറ്റർ. നമ്മൾ സാധാരണ പ്ലസ് ചെയ്യാറില്ലേ മാത്സിൽ, ആ ഒരു മീനിങ് അല്ല ഇവിടെ നമ്മുടെ പൈതണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിങ് ഹാൻഡ്ലിങ്ങിൻ്റെ കേസ് വരുമ്പോൾ വരുന്നത്. അത് മീൻ ചെയ്യുന്നത് കൺകാറ്റിനേഷനാണ്. രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ എങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ ഹലോ പ്ലസ് പൈതൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹലോ പൈതൺ ആണ് മീൻ ചെയ്യുന്നത് എന്ന്. ഓക്കെ, അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് അഡീഷൻ പോസിബിൾ അല്ലല്ലോ സ്ട്രിങ്ങിൻ്റെ കേസിൽ. സോ സ്ട്രിങ്ങിൻ്റെ കേസ് വരുമ്പോൾ ഈ പ്ലസിൻ്റെ മീനിങ് വരുന്നത് കൺകാറ്റിനേഷനാണ്. പിന്നെ അടുത്ത ഓപ്പറേറ്റർ, മെയിനായിട്ട് വരുന്നൊരു ഓപ്പറേറ്ററാണ് സ്റ്റാർ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ മീനിങ്ങിൽ വരുന്ന ഓപ്പറേറ്റർ. ഇതിനെ നമ്മൾ റെപ്പിറ്റിറ്റേഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൈതൺ *2 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പൈതൺ എന്നാണ് മീനിങ്. അപ്പോൾ ഇൻറ്റു 3 ആണെങ്കിലോ പൈതൺ 3 പ്രാവശ്യം വരും. അങ്ങനെ എത്രയാണോ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അത്രയും ടൈം എന്ത് ചെയ്യും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതാണ് ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ബിൽറ്റിനാണ് നമ്മളുടെ സിസ്റ്റത്തിനകത്ത്, നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് മനസ്സിലാവാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്തത്, നമ്മൾ പറഞ്ഞു ഡിക്ലറേഷനൊന്നും പ്രത്യേകം കൊടുക്കണ്ട, ജസ്റ്റ് നമുക്ക് വാല്യൂ എടുത്തിട്ട് അങ്ങ് നമ്മളുടെ വേരിയബിളിലേക്ക് അങ്ങ് പാസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്താൽ മതി എന്ന് നമ്മൾ മുന്നേ പറഞ്ഞ കൺസെപ്റ്റാണ്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ജസ്റ്റ് str ഈക്വൽ ടു സ്ട്രിങ് യൂസിങ് ഡബിൾ കോട്ട്സ് എന്ന് ജസ്റ്റ് ഒരു കോട്ട് അങ്ങോട്ട് കൊടുത്തു, 2 കോട്ടിനകത്തൊരു കൺസെപ്റ്റ് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അത്രേ അവിടെ ചെയ്യുന്നുള്ളൂ. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണിത്. നമ്മൾ അങ്ങനെ തന്നെ അത് കൊടുക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ str-നകത്തുള്ള ഡാറ്റ എന്താണോ അതൊന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ കൊടുക്കുക, പ്രിൻറ്റ് str എന്നാൽ മാത്രമല്ല ആസ് എ യൂസർ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്താണ് കൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ നമുക്കത് പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പ്രിൻറ്റ് str എന്ന് മാത്രം കൊടുത്താൽ മതി. പിന്നെ s ഈക്വൽ ടു കുറേ കോഡ്സ് ഇട്ടിട്ട് മൾട്ടി ലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പിന്നെ താഴെ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ കോട്ടൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താലും എന്താണ്, അതൊരു സ്ട്രിങ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു സിംഗിൾ കോട്ടിലും ഡബിൾ കോട്ടിലും ട്രിപ്പിൾ കോട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്ട്രിങ്ങിനെ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള. എററൊന്നും വരുന്നില്ല, കറക്റ്റ് ഔട്ട്പുട്ട് തന്നെ കിട്ടും. പ്രിൻറ്റ് എസ്, ആ എസ്സും അങ്ങ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രിൻറ്റ് str ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രിൻറ്റ് എസ്സും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനകത്തേക്കും ഡാറ്റ കൊടുത്തു, പിന്നെ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്താ ഔട്ട്പുട്ടായിട്ട് വരിക, സ്ട്രിങ് യൂസിങ് ഡബിൾ കോഡ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ആ കൺസെപ്റ്റ് തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ മൾട്ടി ലൈൻ, പിന്നെ നെക്സ്റ്റ് ലൈൻ സ്ട്രിങ് ഒന്നും കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണോ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ നമ്മളുടെ മുന്നിൽ പ്രിൻറ്റ് ചെയ്തും വന്നു. ഇനി അടുത്ത പ്രോഗ്രാം നോക്കാം. വേറെ രീതി, അതായത് സ്ട്രിങ് ഹാൻഡ്ലിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവാനാട്ടോ ഈ ഓപ്പറേഷൻസൊക്കെ കാണിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ ക്ലിയർ ആവും. മാത്രമല്ല നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ പ്രോഗ്രാം കൊടുത്തിട്ട് എങ്ങനെയാണ് ഇത് റൺ ചെയ്യുന്നത്, എന്താണ് ഇപ്പോൾ ഇതിനകത്തുള്ള കൺസെപ്റ്റുകൾ ക്ലിയർ ആക്കി എക്സ്പ്ലെയിൻ ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇവിടെ എന്താണ് അടുത്ത പ്രോഗ്രാമിൻ്റെ കേസ് വരുമ്പോൾ str1 വേരിയബിളിൻ്റെ പേര് അതാണ്. ഹലോ ജാവ ടി പോയിൻറ്റ് സ്ട്രിങ് str1 എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് str1നകത്ത് ഹലോ ജാവ ടി പോയിൻ്റ് എന്നാണ് കൊടുത്തത്. str2നകത്ത് എന്താ കൊടുത്തത്, ഹൗ ആർ യു, അതാണ് സെക്കൻഡ് str കൊടുത്തത്. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ സ്ട്രിങ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് താഴെ പറയുന്ന ഓരോ കൺസെപ്റ്റുകളും പറയുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്, ഫസ്റ്റ് പോയിൻ്റ് എന്താ, പ്രിൻറ്റ് str1 0:2. അപ്പോൾ 0 മുതൽ 2 വരെയുള്ള ക്യാരക്ടേഴ്സിനെ പ്രിൻറ്റ് ചെയ്യാനായിരിക്കണം അത് മീൻ ചെയ്യുന്നത്. പ്രിൻറ്റിങ് ദ ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ് യൂസിങ് സ്ലൈസ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിൻ്റെ പേരാണ് സ്ലൈസ് ഓപ്പറേറ്റർ. അതായത് നമുക്കിപ്പോൾ ഒരു സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ സ്ലൈസ് ചെയ്തിട്ട് അതിനകത്തുള്ള ചെറിയ പാർട്ട് എടുക്കാം. അതാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരുള്ളൂ, കംപ്ലീറ്റ് ഡാറ്റ വരില്ല. അടുത്തത് എന്താണ്, പ്രിൻറ്റ് str1 ബ്രേസിനകത്ത് 4 ആണ്. ഓക്കെ, അപ്പോൾ പ്രിൻറ്റിങ് ദ 4th ക്യാരക്ടർ ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ 4th ക്യാരക്ടർ മാത്രം പ്രിൻറ്റ് ചെയ്യും. അടുത്തതോ പ്രിൻറ്റ് str1*2. അതെന്തിനാണ് നമ്മൾ ആ *2 കൊടുക്കുന്നത്, നമ്മൾ മുന്നേ പറഞ്ഞതാണ്. റിപ്പീറ്റേഷൻ ഓപ്പറേറ്ററാണ്. അതായത് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വരും. എത്ര പ്രാവശ്യമാണ് നമ്മൾ കൊടുക്കുന്നത് അത്രയും ടൈം റിപ്പീറ്റ് ചെയ്ത് വരും. പ്രിൻറ്റിങ് ദ സ്ട്രിങ് ട്വൈസ്. ഇവിടെ 2 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, പ്രിൻറ്റ് ചെയ്ത് വരേണ്ടതുള്ളൂ. പിന്നെ വരുന്നത് എന്താണ്, str1 + str2. ഇതെന്തായിരുന്നു ഓപ്പറേഷൻ, കൺകാറ്റിനേഷൻ ആയിരുന്നു. str1ഉം str2ഉം കൺകാറ്റിനേറ്റ് ചെയ്ത് എന്താ വരിക, ഹലോ ജാവ ടി പോയിൻറ്റ് ഹൗ ആർ യു എന്നാണ് വരിക അല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഹീ ആണ്. ഔട്ട്പുട്ടിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഹീ ആണ്. അവിടെ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്, സ്ലൈസ് ഓപ്പറേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. പ്രിൻറ്റ് str1 0:2. അവിടെ നമ്മൾ ഫസ്റ്റ് എന്താണ്, എച്ചും ഇയും പ്രിൻ്റ് ആയിട്ട് വന്നു. പിന്നെ വന്നിട്ടുള്ള ഔട്ട്പുട്ട് O ആണ്. എന്തായിരുന്നു അവിടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത്, അവിടെ നമ്മളിങ്ങനെ സ്ലൈസ് ആയിട്ട് എടുക്കുകയാണ്, പക്ഷെ ഒറ്റ ക്യാരക്ടർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതെന്തായിരുന്നു, 4th ക്യാരക്ടർ എന്താ, O. അപ്പോൾ ആ O ആണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളത്. അടുത്ത വരുന്ന പോയിൻ്റ് എന്താണ്, പ്രിൻറ്റ് str1*2. അതായത് സ്ട്രിങ് 1നെ ട്വൈസ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഹലോ ജാവ ടി പോയിൻ്റ് എന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നു. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്തായിരുന്നു ഓപ്പറേഷൻ, str1 + str2 ആണ്. അതായത് കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, str1നെയും str2നെയും കൺകാറ്റിനേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയത് എന്താണ്, ഹലോ ജാവ ടി പോയിൻറ്റ് ഹൗ ആർ യു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ട്രിങ് ഹാൻഡ്ലിങ്ങിൻ്റെ കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിളൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ പ്രോഗ്രാം ലെവലിൽ അത് ചെയ്യുമ്പോൾ അതത്ര സിമ്പിളായിരിക്കണമെന്നില്ല. പലപ്പോഴും കോംപ്ലിക്കേഷനുകൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കൺസെപ്റ്റും പലപ്പോഴും സിമ്പിളാണല്ലോ എന്ന് തോന്നും. പക്ഷേ ലാസ്റ്റിലേക്ക് ഇങ്ങനെ വരുമ്പോഴാണ്, അത് നമ്മൾ ആപ്ലിക്കബിൾ ആക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വരിക. അപ്പോൾ കൺസെപ്റ്റ് ഇപ്പോഴേ തിയററ്റിക്കലി ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ വിൽ ബി ഈസി. ഓക്കെ, അപ്പോൾ എന്താ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, നമ്മൾ ഡാറ്റ ടൈപ്പിനകത്തുള്ള സീക്വൻസ് ടൈപ്പാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റിനെ ഡിസ്കസ് ചെയ്യാനുള്ള സ്ട്രിങ് ആയിരുന്നു. സ്ട്രിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സാണ്. നമ്മൾ കോട്ടിനകത്താണ് അത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. സിംഗിളിലും ഡബിളിലും ട്രിബിളിലും ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രിങ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ടാസ്ക് ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാം. കാരണം എന്താണ്, ബിൽറ്റിനായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, ബിൽറ്റിനായിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് പൈതണിനകത്ത്. പിന്നെ വരുന്നത് സ്ട്രിങ് ഹാൻഡിലിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കൺസെപ്റ്റുകളാണ്. ഒന്ന് കൺകാറ്റിനേഷൻ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്, പിന്നെ ഒന്ന് നമ്മുടെ റെപ്പിറ്റേഷൻ ഓപ്പറേറ്റർ, റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന ഓപ്പറേറ്റർ. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു, അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണിത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയാണ് നമ്മളുടെ സ്ട്രിങ്ങിനെ കുറിച്ച്, അതായത് നമ്മുടെ സീക്വൻസ് ടൈപ്പ് ആയിട്ടുള്ള സ്ട്രിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.